ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് നാളെ അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാറില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് തലേദിവസമാണ് നമ്മൾ സാറ് ചെയ്യാറ്. പക്ഷെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ്. പല കാര്യങ്ങളും പലരും ഇൻബോക്സിൽ ചോദിച്ചു, പല സംശയങ്ങളും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഇന്നത്തെ മാർക്കറ്റിനോടനുബന്ധിച്ച് ഇന്ന് തന്നെ അത് പറയുവാണെന്നുണ്ടെങ്കിൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആവത്തില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരം വരുമ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അത് കണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വരും. ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ആരും പ്രതീക്ഷിച്ചില്ല മാർക്കറ്റ് ഇത്രയും മേലോട്ട് പോകുമെന്നുള്ള കാര്യം. ആരും എന്ത് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്ന് രാവിലെയും ഇന്നലെയും വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു മാർക്കറ്റ് 24,753 മുകളിൽ, ഇതിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ഉള്ളൂ. മേലോട്ട് നമുക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്നത് ഇതിന് മുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു. ഇന്നലെ മുതൽ പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ നിന്നു. കാരണം എന്താണ്, നല്ലൊരു ബ്രേക്ക് ഔട്ട് നൽകി. അതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു വരയോട് ഇട്ടു. ഞാൻ പറഞ്ഞു ഈ വരയോടെ നമുക്ക് അത്യാവശ്യമാണ്, ഈ വര ആവശ്യം വരും എന്ന് പറഞ്ഞാൽ ഒരു വര ഇട്ട് തന്നു. ആ വരയിൽ അവിടെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി വീണ്ടും ഇതിനെ മണ്ടയ്ക്ക് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് സംഭവിച്ചത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ധാരാളം ആൾക്കാർ ചോദിച്ചു, സാറേ ഈ വര എങ്ങനെ കിട്ടി? ഈ വര നമ്മുടെ പിക്ചറിനകത്ത് ഇല്ലതാണ്. കൃത്യമായിട്ട് ആ വര 2 പ്രാവശ്യം വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുന്നല്ലോ, ഇതെങ്ങനെയാണ് ഈ വര കിട്ടിയെന്ന് കുറേ പേരെന്നോട് ചോദിച്ചു. ഇത് വെരി സിമ്പിളാണ് മക്കളെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ലൈനാണിത്. ഇപ്പം വേണേൽ കുറേ പേര് പറയും, ഓ ചക്ക വീണ് മുയലി എത്ത്, അങ്ങേര് ചുമ്മാ തള്ളുന്നതാണ്. ഇന്നലെ വരച്ച വര അവിടെ കിടന്നിരുന്നു, അതുകൊണ്ട് അവിടെ തട്ടി വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും അങ്ങേര് പറഞ്ഞിട്ടുണ്ടായതോ കണ്ടുപിടിച്ചതൊന്നും അല്ല എന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും. കാരണം കുറേ ആൾക്കാരുടെ തനിക്കോണം ഞാൻ ഇൻബോക്സിൽ 2 ദിവസം മുന്നേ ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും കള്ളന്മാരുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കള്ളന്മാരെ പിടിക്കാൻ നമ്മളൊരു സംവിധാനം, എന്തെങ്കിലും ഒരു കെണി വെക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഓപ്പണിങ്ങിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ഓപ്പണിങ്ങിൻ്റെ ലൈൻ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഡോട്ടഡ് ലൈൻ വരയ്ക്കാറുണ്ട് ഇല്ലേ. ഓരോ ദിവസവും ഓപ്പണിങ്ങിന് ഡോട്ടഡ് ലൈൻ വരയ്ക്കാറുണ്ട്. അന്ന് വൈകുന്നേരം അത് ഡിലീറ്റ് ചെയ്ത് കളയും ചെയ്യും. പക്ഷേ ഇന്നലെ വരച്ച സാധനം ഞാൻ കളഞ്ഞില്ല. കാരണം ഇത് ചിലപ്പോൾ നമുക്ക് ആവശ്യം ഈ ലൈൻ ആവശ്യം വരും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇത്. ചിലപ്പോൾ നമുക്കിതിപ്പം ഇതൊരു ഇൻഡ്യൂഷനാണ്, മനസ്സിലായില്ലേ? അതായത് നമുക്ക് മാർക്കറ്റുമായിട്ടും ചാർട്ടുമായിട്ടും വളരെയധികം പരിചയിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ കിട്ടും മാർക്കറ്റ് അതിനെപ്പറ്റി. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടാകുന്നില്ല, മാർക്കറ്റുമായിട്ട് സ്ഥിരമായിട്ട് പരിചയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ ഗുണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ വര ഇവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ ധരിച്ചതിന് കാരണം ഈ വര കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ധരിച്ചാണ് ഈ വര വിട്ടിരുന്നത്. കൃത്യമായിട്ട് ആ വര കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് നേരെ തിരിച്ചു വന്നു. നമുക്കിവിടെ ഒരു ഗുണം പറ്റി. എന്താ ഗുണം പറ്റിയെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഒക്ടോബറിൽ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് ഇവിടം വരെ വന്നു. മാർക്കറ്റ് വന്നതിന് ശേഷമാണ് റിവേഴ്സ് ചെയ്ത്. ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ ഫോൾ കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി ആയിരുന്നു ഇത് ഇല്ലേ. നമ്മുടെ സപ്പോർട്ട് ലൈനിൻ്റെ മുകളിൽ, റെസിസ്റ്റൻസ് ലൈനിൻ്റെ മുകളിൽ 75 to 80% ഒക്കെ ഫുൾ ബോഡിയോടുകൂടി നമുക്കൊരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് കിട്ടി. നമുക്ക് സ്റ്റോപ്പ് ലോസും വളരെ ചെറുതാണ്. ഒരു എൻട്രി ബിഗിനേഴ്സിന് സൂപ്പറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, എവിടം വരെയാണ് ടാർഗറ്റ്? നമ്മുടെ ഈ ലൈൻ വരെ അല്ലേ. എന്ത് കൃത്യമായിട്ട് അത് പോയി റെസ്പെക്റ്റ് ചെയ്തു, നേരെ തിരിച്ച് വീണ്ടും വന്നു, ആ ലൈനിൽ തന്നെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ പേരെന്തോ, ഇത് റിജക്ഷൻ ക്യാൻഡൽ. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. റിസ്ക്കുകാർക്ക് എൻട്രി ഉണ്ട്, അല്ലാത്തവർക്കില്ല. പക്ഷേ മാർക്കറ്റ് താഴോട്ട് ഫോഴ്സ് ചെയ്ത് സെല്ല് ചെയ്ത് താഴോട്ട് കൊണ്ടുപോയെങ്കിലും എന്താ സംഭവിച്ചത്? അവിടുന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറി മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കറക്റ്റ് ആ ലൈനിൽ തന്നെ ക്ലോസ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇല്ലേ.
ഇത് കഴിഞ്ഞു. ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് പോയി അതേ പോയിന്റ് തന്നെ റെസ്പെക്ട് ചെയ്ത് തിരിച്ചത്. അപ്പോൾ ഇത് എന്താ ഒരു ഡബിൾ ടോപ്പായി ഇല്ലേ? ഡബിൾ ടോപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഡബിൾ ടോപ്പിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത മൂവ്മെൻ്റ് ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒന്ന് കുനിഞ്ഞതിന് ശേഷം വീണ്ടും അടിപൊളിയായിട്ട് മേലോട്ട് കയറിപ്പോയി. രണ്ടാമത്തെ എൻട്രി ഇവിടെ ഉണ്ട് ബിഗിനേഴ്സിന്. ഇതാ നോക്കിക്കേ, അതിൻ്റെ മുകളിൽ കൃത്യമായിട്ടൊരു 90% ഫുൾ ബോഡിയോടുകൂടി ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടി. അതിനുശേഷം വളരെ സുന്ദരമായിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം. നമുക്കിവിടെ എന്താണ് ഇതിന് മുകളിൽ 15 മിനിറ്റ് നേരം നിങ്ങൾ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഓൾമോസ്റ്റ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലൈൻ ഇട്ട് തന്നു. ഓൾമോസ്റ്റ് അവിടെ എത്തി, തിരിച്ച് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോയി. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഇതിപ്പോൾ മൂന്നാമത്തെ എൻട്രി ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ, മൂന്നാമത്തെ എൻട്രി ഇവിടെ ഉണ്ട്. ഇതാ നോക്ക്, കണ്ടോ കൃത്യമായിട്ട്. അപ്പം ഇന്ന് ബിഗിനേഴ്സിൻ്റെ ദിവസമായിരുന്നു. ബിഗിനേഴ്സിന് സുന്ദരമായിട്ട് 3 എൻട്രി ഇന്നുണ്ടായിരുന്നു. എത്ര പേര് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തെന്നൊക്കെ സ്ഥിരമായിട്ട് എനിക്കിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ ഇന്നൊരു പോൾ ഇട്ടായിരുന്നു, എനിക്കത് അറിയാൻ വേണ്ടിയാണ്. പക്ഷേങ്കിൽ അതിൽ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്തവരിൽ പകുതി കൂടുതൽ ആൾക്കാരും പ്രോഫിറ്റിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏകദേശം 173 പേര് പ്രോഫിറ്റിലെത്തിയപ്പോൾ 68 പേര് മാത്രമേ ലോസുള്ളൂ. അതായത് മൂന്നിലൊന്ന് മാത്രമേ ലോസ് ഉള്ളൂ. 2 ഭാഗം ആൾക്കാരും വിജയിച്ചവരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തിലും ഈ പറയുന്ന പോലെ 98 പേര് പ്രോഫിറ്റ് എടുത്തപ്പോൾ വെറും 28 പേര് മാത്രമേ അവിടെ ലോസ് ഉള്ളൂ. ഏകദേശം ഒരു 4 ഇരട്ടി എന്ന് പറയാം അല്ലേ? ലോസിൻ്റെ 4 ഇരട്ടി പ്രോഫിറ്റ്. മറ്റിടത്താണെങ്കിലോ ലോസിൻ്റെ 2 ഇരട്ടി പ്രോഫിറ്റ്. അപ്പം നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനകത്ത് എൻ്റെ ലൈനുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ശരിയാണ്. പക്ഷേ ഞാൻ അതിലൊന്നും ക്രെഡിറ്റ് എടുക്കുന്നില്ല. അതിനകത്ത് എനിക്ക് അങ്ങനെ വലിയ തള്ളോ ക്രെഡിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. ഈ പുതിയതായിട്ട് വന്നവരോടെ ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. പഠിക്കാൻ വേണ്ടി ഞാനൊരു ഒരു മാർഗദർശി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു. ഓക്കെ, അത് ഓരോരുത്തരും ക്യാപ്ചർ ചെയ്യുന്ന വിധം പല വിധമാണ് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐക്യമാണ്, ഓരോ കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കുക. ഓക്കെ, അത്രമാത്രം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഇത് ക്യാപ്ഷനിലെത്തി കണ്ടത് നമ്മൾ എന്തുകൊണ്ട് മാർക്കറ്റ് പറന്നു. പറന്നതിനുള്ള പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല എന്തുകൊണ്ടാണ് മാർക്കറ്റ് പറഞ്ഞത്, എന്ത് കാര്യമാണ്, എന്തിൻ്റെ ബേസിലാണ് മാർക്കറ്റ് ഇത്രയും പോയത്. മാർക്കറ്റ് നമ്മൾ US ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ അന്നേരം ഇപ്പോൾ നല്ല റെഡിലായിരുന്നു. പക്ഷേ ആ റെഡിലായിട്ടും റിപ്പോ നിരക്ക് റേറ്റ് കട്ടൊന്നും നടത്താഞ്ഞിട്ടും മാർക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോയി എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇത് വൈറ്റ് ബോർഡാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം റേറ്റ് കട്ട് ചെയ്തോ? റേറ്റ് കട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പം അവിടെ പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി? റേറ്റ് കട്ട് ചെയ്തില്ല, പക്ഷെങ്കിൽ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിലും RBI ഗവർണർ ഒരു കമൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഫ്ലേഷൻ ഇനിയും താഴോട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാനെല്ലാം മറന്നു പോകും. അതായത് നമുക്ക് ഫർദറായിട്ട് നമുക്ക് എന്തായി ഒരു ഡൗൺ സൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നമുക്ക് കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഏകദേശം നമുക്ക് എസ്റ്റിമേഷൻ ഏകദേശം FY 26 നമുക്ക് എസ്റ്റിമേഷൻ 3.1 ആയിരുന്നു. അത് RBI ഗവർണർ 2.6 കുറച്ചു. 6 നമ്മുടെ എസ്റ്റിമേഷൻ 3.1 ആയിരുന്നു, അത് 2.6 ആക്കി നമ്മുടെ എസ്റ്റിമേഷൻ. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല രീതിയിലുള്ള വളർച്ചാ സാധ്യത ഉണ്ട് എന്ന ഒരു RBIയുടെ ശുഭാപ്തി വിശ്വാസമാണത്. മനസ്സിലായില്ലേ? അത് മാർക്കറ്റ് ഒന്നാമത്തെ കാര്യമായിട്ട് പോസിറ്റീവായിട്ട് എടുത്തു. രണ്ടാമത്തെ കാര്യം FY 26 നമ്മളുടെ GDP ഗ്രോത്ത് നിങ്ങൾ മനസ്സിലാക്കണം. GDP ഗ്രോത്ത് 6.5 ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അത് RBI ഗവർണർ 6.8 മാറ്റി. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, 50% അമേരിക്കയുടെ താരിഫ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുക.
മനസ്സിലായി പറഞ്ഞേ. 50% താരിഫ് നമുക്കിപ്പോഴും നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കുന്നതിൻ്റെ പുറത്തും നമ്മൾക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ കുറയുന്നു, നമ്മുടെ GDP ഗ്രോത്ത് 6.8 അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങളൊക്കെ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് എടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. 2 ദിവസം മുന്നേ അതിൻ്റെ പുറത്ത് മാർക്കറ്റ് പ്രതികരിച്ചില്ല. പക്ഷേ ഇത്രയും വന്നപ്പം ആ ന്യൂസും കൂടി ഇതിൻ്റെ കൂടെ ചേർന്നാണ്. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ നമ്മുടെ മൂഡീസ് റേറ്റിംഗ് ഏജൻസി, ഓക്കെ, US ഏറ്റവും വലിയ ഒരു കടികെട്ടിയ റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൂഡീസ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്റ്റേബിൾ ആണെന്ന് സർട്ടിഫൈ ചെയ്തു. സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം, അതായത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വലിയ ത്രട്ടില്ല, സ്റ്റേബിളാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്നൊരു സർട്ടിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തു നമ്മളുടെ മാർക്കറ്റിനെ. അപ്പം അത് 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് മാർക്കറ്റ് പ്രതികരിച്ചില്ല. പക്ഷേങ്കിൽ RBI ഗവർണർ ഇൻഫ്ലേഷൻ കുറയുമെന്നും GDP കൂടുമെന്നും ഉള്ളൊരു കമൻറ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോയി. അങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോയത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ന്യൂസും കൂടെ വന്നു. നമ്മളുടെ GST കളക്ഷൻ ഈ മാസത്തെ, അതായത് സെപ്റ്റംബർ മാസത്തെ GST കളക്ഷൻ ഏകദേശം 9.1% ഇൻക്രീസ് ചെയ്ത് ഇയർ ഓൺ ഇയർ. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം 9.1% GST കളക്ഷൻ ഏകദേശം വർദ്ധിച്ചു. അതായത് 1.89 ലക്ഷം കോടി രൂപ. മനസ്സിലായി പറഞ്ഞേ. നമുക്ക് ഇത് സെപ്റ്റംബറിലേ പറയുന്നത്. സെപ്റ്റംബറിന് മുന്നേ ഓഗസ്റ്റിൽ 1.75 ഉള്ളായിരുന്നു. നിങ്ങൾ നോക്കണം, 1.89 ഈ മാസത്തെ. ഓക്കെ, ഇതിൻ്റെ തലേ മാസം 1.75 ഉള്ളായിരുന്നു. അതിൻ്റെ മുന്നേ 1.67 ഉള്ളായിരുന്നു. അപ്പോൾ നോക്കി, ഗ്രാജുവലായിട്ട് GST കളക്ഷനും കൂടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു സ്ട്രോങ് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് ഇന്ന് പറക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് മാർക്കറ്റ് നമുക്ക് നാളെ അവധിയാണ്. US മാർക്കറ്റ് നാളെ ഉണ്ട്. എന്തായാലും US മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കാണേണ്ട കാര്യമുണ്ട്. അപ്പം അത് നമുക്ക് നാളെ ഇന്ന് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തില്ല, ഓക്കെ, എങ്കിലും US ഫ്യൂച്ചർ ഇപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ ഒരു ഫ്ലാറ്റാണ്. നേരത്തെ ഒരു 170 ഒക്കെ ആയിരുന്നു US ഫ്യൂച്ചർ റെഡ്, ഓക്കെ. പക്ഷേങ്കിൽ ഇപ്പം അതൊരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു പോസിറ്റീവ് ഗ്രോത്ത്, ഒരു പോസിറ്റീവ് സൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇത് പ്രതിഫലിക്കും. എങ്കിലും ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് US മാർക്കറ്റുമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഡീകപ്പിൾഡ് ആയിരുന്നു, ഓക്കെ. അവിടുത്തെ യാതൊരു സംഭവവികാസവും നമ്മളെ ബാധിച്ചില്ല. നമ്മൾ ഒറ്റ ഒരു വൺ വേ റാലി ആയിരുന്നു, ഓക്കെ. അപ്പം ഇനി അടുത്ത ദിവസങ്ങൾ, കാരണം വെച്ചാൽ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിൽക്കുക, വെരി ഓൾ ടൈം ഹൈ ആണ്, ഓക്കെ. നമ്മളാണെങ്കിലോ പെർഫോം ചെയ്യാതെ താഴെ കിടക്കുകയും ചെയ്യുകയാണ്. ഈ വർഷം കണക്കെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ റിട്ടേൺ ആണ് മാർക്കറ്റ് നമുക്ക് ഈ പ്രാവശ്യം നിഫ്റ്റി തന്നേക്കുന്നത്. കാരണം എവിടെയാണ് തുടങ്ങിയത് അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിശദകാര്യങ്ങൾ നമുക്ക് പ്രീ മാർക്കറ്റിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ കാര്യം എന്തുകൊണ്ടിന്ന് മാർക്കറ്റ് പറന്നു എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി വരുമ്പോൾ അഥവാ റേറ്റ് പിന്നെ കട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ RBI ഗവർണറുടെ കമൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല മാർക്കറ്റ് കറക്കുന്നത്, പക്ഷേ മാർക്കറ്റിനെ പറ്റി അല്ലെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ പറ്റി RBI ഗവർണറുടെ കമൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് പേരെ റിമൂവ് ചെയ്ത് ഒരു 100-150 പേർക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അത് ഇന്ന് തീർന്നു, ഓക്കെ. അത് അതിനകത്തിൽ എല്ലാവരും അതിനകത്തിൽ കയറി. ഇനിയിപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഫസ്റ്റ് കമൻറ്റിലിടാം, ഓക്കെ. അപ്പോൾ അതുകൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയും വേറെ വകുപ്പൊന്നുമില്ല, വേറൊരു ഗ്രൂപ്പ് തുടങ്ങാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഓക്കെ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫർദർ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയുന്നത് എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം. പലരും പറഞ്ഞ ടെലഗ്രാം തുടങ്ങുക, വാട്സപ്പ് ചാനൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും അടുത്ത ദിവസങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഓക്കെ. അപ്പം ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ നിങ്ങളിത് പഠിക്കുക, മനസ്സിലാക്കുക. പഠിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാനുള്ളൂ. ബൈപ്പാസ് ഇല്ല, കുറുക്ക് വഴി സ്റ്റോക്ക് മാർക്കറ്റിലില്ല. പഠിക്കാതെ വേറെ രക്ഷയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കുക, എത്രയോ പേര് കമൻറ്റ് ചെയ്യുന്നു.
സാറേ ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് തന്നെത്താൻ ട്രേഡ് ചെയ്യാം. അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ഉദ്ദേശം. നിങ്ങൾ തന്നെത്താൻ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ഒരു കോള് തന്നോ, പുട്ട് തന്നോ, കോള് തന്നോ, നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? നിങ്ങൾ ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൻ്റെ നിങ്ങളുടെ പഴയ ചരിത്രം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര നാൾ മറ്റൊരാളെ ആശ്രയിച്ച് എന്നെ XOR ഞാനാണെങ്കിൽ തന്നെ XOR നിങ്ങൾ കോളും പുട്ടും വാങ്ങിച്ച് നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? നിങ്ങൾക്ക് അതുകൊണ്ട് എന്തോ ഗുണം ഉണ്ടാകുന്നത്? ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ സ്വല്പം ലാഭം ഉണ്ടാവായിരിക്കും. അതിൻ്റെ കൂടെ ഡബിൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ശരിയല്ലേ? അതേസമയം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി, ഒരു ചാർട്ടിനകത്തിൽ കണ്ട ഒരു എൻട്രി എടുത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയാൽ 10 പൈസ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഭയങ്കര വലുത്. എൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തവരോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നവരാ. മനസ്സിലായില്ലേ? അപ്പം കിട്ടുന്ന ഒറ്റയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങളൊരു ട്രേഡ് ചെയ്ത് വിജയിച്ച് 100 രൂപയെ കിട്ടിയുള്ളൂ. എന്നാലും ഒരു ആത്മസംതൃപ്തിയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ കൊച്ചിലെ കണ്ടിട്ടില്ലേ, സ്വന്തമായിട്ടൊരു ജോലി ചെയ്തിട്ട് 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളു ഇവിടെയും. മറ്റേത് അമ്മയുടെ നിന്ന് അപ്പൻ്റെ നിന്ന് 10 രൂപ 20 രൂപ മേടിച്ച് കോളേജിൽ പോയി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യം സാധിക്കുമ്പോൾ നമുക്ക് അതിന് വലിയ വാല്യൂ ഇല്ല. ഉണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് 10 രൂപ കിട്ടി, അത് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു ആത്മസംതൃപ്തിയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ്ങിലും നിങ്ങൾ സ്വന്തമായിട്ടൊരു ട്രേഡ് കണ്ടുപിടിച്ച് അത് എൻട്രി എടുത്ത് അതിൽ വിജയിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം, കിട്ടുന്ന ഊർജ്ജം, അത് നിങ്ങളെ ട്രേഡിംഗ് ലൈഫിൽ പിന്നെയും മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഒത്തിരി പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും നാളെ ഹോളിഡേ ആണ്. ഞാൻ ഇതിന് ശേഷം ഒരു 1-2 വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് കണ്ടിരിക്കേണ്ട 1-2 വീഡിയോകളുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടാം. നിങ്ങളതുകൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു ഹോളിഡേ മൂഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.